If the point 2 minus 7 lies on the line 4x plus my equal to 22, then what will be the value of m? ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞത്? 4x plus my equal to 22 എന്ന് പറയുന്ന ലൈനിലാണ് ഈ 2 മൈനസ് 7 എന്ന് പറഞ്ഞ പോയിൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ എമ്മിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം. അപ്പോൾ എന്താ നമുക്ക് തന്ന്? ദ ഗിവൺ ലൈൻ ഈസ് the given line is 4x plus my equal to 22. If it passes through the point 2 minus 7, then അതും കൂടി എഴുതാം. If it passes through the point ഏതാണ് 2 minus 7, then നമുക്ക് എന്തെഴുതാം? ഈ എക്സ് 2 വൈ മൈനസ് 7. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2നെയും വൈയുടെ സ്ഥാനത്ത് മൈനസ് 7നെയും കൊടുക്കുക. അതായത് 4x പ്ലസ് my ഈക്വൽ ടു 22 എന്നുള്ളത് എങ്ങനെ ആകും? 4 into 2 പ്ലസ് m into y എന്ന് പറഞ്ഞാൽ മൈനസ് 7 ഈക്വൽ ടു 22 എന്നായിട്ട് മാറും. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് m കിട്ടൂലേ? കിട്ടും. 4 into 2 8 പ്ലസ് m into മൈനസ് 7. അപ്പോൾ മൈനസ് 7m. m into 7 എന്ന് പറഞ്ഞാൽ 7m. m പോസിറ്റീവും 7 മൈനസും ആണ്. അപ്പോൾ മൈനസ് ഈക്വൽ ടു 22. m അല്ല കാണേണ്ടത്. അപ്പോൾ നമുക്ക് എമ്മിനെ സൈഡ് മാറ്റാം. കാരണം ഇതിനൊരു മൈനസ് ഉണ്ട്. ഈ മൈനസ് സൈഡ് മാറുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ 8 അവിടെ നിൽക്കട്ടെ. ഇത് പ്ലസ് 22. ഇതിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് മൈനസ് 22 എന്നായി. മൈനസ് 7m 7m എന്നായി. ഇനി 8 മൈനസ് 22 ചെറുതിൽ നിന്ന് വലുതിനെ കുറക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുതിനെ കുറക്കും. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം കൊടുക്കും. അപ്പോൾ 22 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 14 എന്ന് കിട്ടും. വലുതിൻ്റെ ചിഹ്നം മൈനസ് ഈക്വൽ ടു 7m. എമ്മിനെ അവിടെ തന്നെ നിർത്തുക. 7നെ സൈഡ് മാറ്റാം. ഇത് 7 ഇൻറ്റു m എന്നല്ലേ? അപ്പോൾ അങ്ങോട്ട് സൈഡ് മാറുമ്പം ബൈ എന്ന് വരും. മൈനസ് 14 ബൈ 7 ഇൻറ്റു ബൈ എന്നാകും. അതായത് ഡിവിഷൻ ആകും. പ്ലസ് മൈനസ് ആകും, മൈനസ് പ്ലസ് ആകും. ഏത് സൈഡ് മാറുമ്പോഴും കേട്ടോ. ഈക്വൽ ടു m. 14 ബൈ 7 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 1 ഇതിൽ 2 7. അപ്പം മൈനസ് 2 ഈക്വൽ ടു m. അതായത് എമ്മിൻ്റെ വാല്യൂ മൈനസ് 2. നല്ല ഈസിയല്ലേ ചെയ്യാൻ? നിങ്ങളിത് സോൾവ് ചെയ്യണ മാത്രം അറിഞ്ഞാൽ മതി. പ്ലസും മൈനസും വരുമ്പോഴും സൈഡ് മാറുമ്പോഴൊന്നും തെറ്റാൻ പാടില്ല. ശരി.